ജീവിതത്തിന്റെ തിരക്കിൽ നാം മറക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ മൂല്യം പ്രേരിപ്പിക്കുന്ന ഒരു ലഘു സന്ദേശവുമായി സ്റ്റെസി ദുബായ് സേവനി സമാജം കൃപാലയം എന്ന സ്ഥാപനവും അതിന്റെ അണിയറ പ്രവർത്തകരുമായി ഇതാ നിങ്ങളിലേക്ക്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഷോ, എൻ്റെ ദൈവമേ, ഈ സഹോദരൻ പിന്നെയും വിളിക്കുവാന്നല്ലോ. ഹലോ ഹലോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? സഹോദര, ഞാൻ നടത്തുന്ന കൃപാലയം ലാഭത്തിനുമല്ല ലാഭമുണ്ടാക്കാനുമല്ല. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഞാൻ എന്നാ നിങ്ങളുടെ സഹോദരനായത്? ഓ ഓ ഓ ഓ ഓ ഓൾ ബ്രദേഴ്സ് ആർ മൈ ഇന്ത്യൻസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. വാട്ട്? അല്ലല്ല, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. സിസ്റ്റർ പറ. ഞാൻ പറഞ്ഞല്ലോ താങ്കളോട്, അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനുള്ളതല്ല. ഇപ്പൊ സഹോദരൻ മാറി താങ്കളായി. എന്തേലാണ്ട് താങ്കളുടെ ഡോക്ടർ മകൾക്ക് ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പോരാത്തതിന് നടത്തുന്ന സ്ഥാപനമാണെന്ന് ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. പറയുന്നതെല്ലാം തിരുത്താൻ എനിക്ക് കഴിയില്ലല്ലോ. എൻ്റെ അമ്മയോടുള്ള പ്രായശ്ചിത്തമായി എന്നാൽ കഴിയുന്ന ഒരു നന്മ ഞാനിപ്പോൾ ചെയ്യുന്നു. എൻ്റെ മകളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഡോക്ടറാക്കിയതും അതിനാണ്. ആരോരുമില്ലാത്ത നിസ്സഹായരായ സ്ത്രീകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു സ്ഥാപനമാണിത്. എന്റെ അമ്മ തങ്കമ്മ പൊന്നുപോലെ അല്ല, തങ്കം പോലെ നോക്കാനാ ഞാൻ അങ്ങോട്ട് വിടുന്നത്. നിങ്ങൾ ഫോൺ വെച്ചേ, എനിക്ക് അല്പം തിരക്കുണ്ട്. ഓ, എല്ലാവർക്കും തിരക്കാ. എവിടെ നോക്കിയാലും തിരക്ക്, തിരക്കോടെ തിരക്ക്. എൻ്റെ ദൈവമേ, കൃപ തരണമേ. എലിസബത്ത്, എലിസബത്തേ. ഓ, ഈ എലിസബത്ത് എവിടെ പോയേക്കുവോ? ഞാൻ വരുവാ മാഡം. മാഡം എന്തിനാ എന്നെ വിളിച്ചത്? എലിസബത്ത്, ഇന്നൊരു പുതിയ അഡ്മിഷൻ ഉണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള റൂം റെഡിയാണോ? അതെ മാഡം. എന്തു പറ്റി മാഡം? മാഡത്തിന് എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ. എലിസബത്തിന് അറിയാമോ, കുഞ്ഞിലെ എൻ്റെ അപ്പൻ മരിച്ചതാ. പിന്നീട് എന്നെയും എൻ്റെ അനുജത്തിയെയും നല്ല അവസ്ഥയിലാക്കാൻ വേണ്ടി കോഴിയും ആടിനെയും ഒക്കെ വളർത്തി എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അതിനിപ്പോൾ എന്താ മാഡം? മാഡം ഇപ്പം വലിയ നിലയിലായില്ലേ? പഠിത്തത്തിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും തിളങ്ങിയ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനെതിരായി ഞങ്ങളുടെ കുടുംബത്തിന് ചേരാത്ത ഒരു കുടുംബത്തിലെ ഒരാളുമായിട്ട് ഞാൻ വിവാഹം കഴിച്ചു. എന്നിട്ട് അമ്മ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതാ, കുഞ്ഞേ, ജീവിതം ഒന്നേ ഉള്ളൂ, നിന്റെ അനുജത്തിയുടെ ഭാവിയും കൂടെ നീ ഓർക്കണമെന്നും നമ്മുടെ കുടുംബമായി അവരുടെ കുടുംബം ഒത്തുപോകില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ കേട്ടില്ല. അതിൻ്റെ കോൺസിക്വൻസസ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവരെ നോക്കണ്ട എന്നല്ലേ? എൻ്റെ കുട്ടി, അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് മാഡം ആ വ്യക്തിയാണോ വിവാഹം കഴിച്ചത്? അതെ, MCOM പരീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ വിവാഹിതരായി. അതും ആരുമില്ലാതെ. ആശമോൾ ജനിച്ചു കഴിഞ്ഞ് അദ്ദേഹം വളരെ താമസിക്കാതെ എന്നെ ഉപേക്ഷിച്ചു പോയി. ആ വീട്ടിൽ ഞാനും മോളും തനിച്ചായി. വീട്ടിൽ നിന്നും ആരും വന്നതുമില്ല. അയ്യോ, നമ്മുടെ അമ്മുക്കുട്ടിയമ്മ എഴുന്നേറ്റോ എന്നൊന്ന് നോക്കിക്കേ. രാത്രിയിൽ കഥ പറഞ്ഞുകൊണ്ട് ശാന്തമ്മ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് ഞാൻ രണ്ടാളെയും വിളിച്ചതാ. എഴുന്നേറ്റോ എന്തോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഗുഡ് മോർണിംഗ് അമ്മച്ചിമാരെ. എന്തിനാ കൊച്ചേ രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചുണർത്തുന്നേ? ഞങ്ങൾ എന്നാ വല്ല ഉദ്യോഗത്തിന് പോകുന്നോ? കഴിച്ചും കുടിച്ചും വീണ്ടും ഇവിടെ വന്നിരിക്കാനല്ലേ? ആര് പറഞ്ഞു? ഇന്ന് നമ്മുടെ സേവന സമാജത്തിന്റെ വാർഷികമല്ലേ, നമുക്ക് കുളിച്ചൊരുങ്ങി സുന്ദരിമണികളായി പോകണ്ടേ? പിന്നെ ചുക്കിച്ചുളിച്ച് നരച്ച ചുന്ദരിമണികൾ.
ഒന്ന് പോ ശാന്തമ്മേ. നരച്ച തല ശോഭയുള്ള കിരീടമാണെന്നല്ലേ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്? തലനിരച്ചാലും ഗ്ലാമറിന് ഒരു കുറവുമില്ല. ഈ ശാന്തമ്മയുടെ ഒരു കാര്യം. ഡേസി സിസ്റ്ററുടെ കൂടെ ആരോ വരുന്നുണ്ടല്ലോ. പുതിയ അഡ്മിഷൻ ആയിരിക്കും. ആരാ? കാണാൻ പറ്റുന്നില്ലല്ലോ. അതെ, കയ്യിലിരിപ്പിൻ്റെയാ. നമ്മുടെ കുടുംബത്തിലേക്ക് പുതുതായി വന്ന മേഴ്സി വക്കീലാണിത്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്. വരൂ എലിസബത്ത്, നമുക്ക് വക്കീലമ്മയുടെ മുറി ശരിയാക്കാം. അല്ല, വക്കീലമ്മയുടെ വീട് എവിടെയാ? അതെ, കോട്ടയത്താ. അവിടുത്തെ വലിയ തറവാട്ടുകാരാ ഞങ്ങൾ. എന്നിട്ട് എന്താണാവോ പേരുകേട്ട തറവാട്ടിൽ നിന്നും നമ്മുടെ ഈ എളിയ തറവാട്ടിലേക്ക് പോകുന്നത്? ആരും അറിയാതെ ഞാനിങ്ങ് പോന്നു. അതെന്നാ, വീട്ടിൽ ആരും ഇല്ലയോ? അയ്യോ, എല്ലാവരും ഉണ്ട്. മോൻ ഒരു കോളേജ് പ്രൊഫസറാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, പിന്നെ അവൻ്റെ ഭാര്യയോ ഒരു അനുസരണം കെട്ടവൾ. വക്കീലമ്മേ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അനുസരണക്കേട് എന്നതാ കാണിച്ചേ? വെള്ളം തീർന്ന് മോട്ടർ അടിക്കാൻ പറഞ്ഞാലും അടിക്കത്തില്ല. ഗ്യാസ് തീർന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യത്തില്ല. ഇതെല്ലാം അനുസരണക്കേടല്ലേ? എന്നാ പിന്നെ ഇതൊക്കെ മേഴ്സിയമ്മയ്ക്ക് തന്നെ ചെയ്താ പോരെ? ഞാൻ പറയുന്നത് അവളും അവള് പറയുന്നത് ഞാനും കേൾക്കത്തില്ല. അപ്പൊ ബാലൻസ് ആയില്ലേ? എൻ്റെ മോൻ അവള് പറയുന്നതേ കേൾക്കൂ. അപ്പൊ ബാലൻസ് തെറ്റി. വക്കീലമ്മയുടെ ഭർത്താവ്? അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുകയും എന്നെ കരുതുകയും ചെയ്യുമായിരുന്നു. അതല്ല, ഭർത്താവ് എവിടാ? 5 കൊല്ലം മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ നല്ല കാലമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് വീടും പറമ്പും എല്ലാം എൻ്റെ പേരിലാണ് എഴുതിയത്. അല്ലായിരുന്നെങ്കിൽ മരുമകൾ എന്നെ എപ്പോഴേ അടിച്ചിറക്കിയേനെ. എങ്ങനെയായാലും വരേണ്ടിടത്ത് വന്നു. ഇപ്പം മക്കൾ അമ്മയെ കാണാതെ ആദ്യ പിടിച്ച് നടക്കുകയായിരിക്കും. കുറച്ച് ആദ്യം പിടിക്കട്ടെ. അല്ല പിന്നെ. ആട്ടെ, നിങ്ങളൊക്കെ വീട്ടിൽ സ്വൈര്യത കിട്ടാതെ വന്നതാണോ? എനിക്കൊരു സ്വൈരക്കേടുമില്ലായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ആരുമില്ലാതെ ആയപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, എന്തായാലും പെൻഷനൊക്കെ ആയില്ലേ, ഈ കൃപാലയത്തിലൊരു അന്തേവാസി ആയേക്കാമെന്ന്. എൻ്റെ മോൻ എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകും. അവൻ വലിയ ബിസിനസ്സുകാരനല്ലയോ? ഭയങ്കര തിരക്കാന്നേ. അത് കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വരും. ഞാൻ അതുവരെ ഇവിടെ താമസിക്കും. അമ്മുക്കുട്ടിയമ്മച്ചിക്ക് വേറെ മക്കളില്ലേ? ഒരു മോളുണ്ട്, അങ്ങ് കാനഡയിലാ. അവളാണെങ്കിൽ അതിലും തിരക്കില്ല. ആഹാ. മേഴ്സിയമ്മേ, ഇതാരാണെന്ന് നോക്കിയേ. ദേ മോനും മരുമോളും വന്നിരിക്കുന്നു. എനിക്ക് ആരെയും കാണണ്ട. പക്ഷെ ഞങ്ങൾക്ക് മമ്മിയെ കാണണമല്ലോ. തേടി പിടിച്ച് വന്നേക്കുന്നു. ഇവിടെയും സ്വൈര്യത തരില്ലേ? വാ മമ്മി, ഞങ്ങൾ മമ്മിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വീട്ടുജോലിയും പിള്ളേരെ നോക്കലും എല്ലാം കൂടെ നടക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണോ മമ്മി? മമ്മിയെ കാണാനപ്പോൾ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു. അവർക്ക് മേഴ്സിയമ്മയോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ വന്നത്. സ്നേഹം, സ്വത്ത് കിട്ടാനുള്ള സ്നേഹം, അല്ലാതെ എന്താ? സ്വത്ത് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. മമ്മി വീട്ടിൽ വന്ന് നിൽക്കാൻ നോക്ക്. ഇപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ പോകാൻ നോക്കിക്കേ. സ്വത്ത് മക്കൾക്ക് അവകാശമുള്ളതല്ലേ, അത് തക്ക സമയത്ത് സന്തോഷത്തോടെ കൊടുക്കേണ്ടതല്ലേ. ഞാൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഷ്ടപ്പെട്ട് അവരത് സ്വന്തമാക്കട്ടെ. മക്കളെ, നിങ്ങളൊന്ന് പുറത്തിരുന്നേ, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ഡേസി, ഇതൊക്കെയാണെങ്കിലും എൻ്റെ കുഞ്ഞ് വിളിച്ചിട്ട് 2 മാസത്തിലേറെ ആയല്ലോ. ആദ്യമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ 1, മാസത്തിൽ 1, ഇപ്പോൾ അതുമില്ല. ഇത്ര തിരക്കാണോ അവന്? എൻ്റെ പിള്ളേരെ 2നെയും ഒന്ന് വിളിച്ചേ ഡേസി. ഇന്നലെ കൂടെ ഗ്രേസ് മാഡം വിളിച്ചിരുന്നു, പക്ഷേ എടുത്തില്ല. അമ്മുക്കുട്ടി അമ്മച്ചി സമാധാനമായിട്ടിരിക്കെ, അവർക്ക് സൗകര്യപ്പെടുമ്പോൾ തിരിച്ചു വിളിക്കും. എനിക്കങ്ങ് തല ഇറങ്ങുന്നത് പോലെ. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം. എന്നെ ഒന്ന് പിടിച്ചേ. അയ്യോ സിസ്റ്ററേ, ഡോക്ടർ ആശി ഒന്ന് വിളിച്ചേ. ഡോക്ടർ ആശ, ഒന്ന് വേഗം വരണേ. അമ്മച്ചി എങ്ങനുണ്ട്? ഓക്കെ ആണോ?
മനസ്സ് വിഷമിപ്പിച്ച് വീണ്ടും അസുഖങ്ങൾ കൂട്ടുകയാണോ? ഇപ്പോൾ തന്നെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നില്ലേ? മോളെ കാണുമ്പോൾ എനിക്കൊരാശ്വാസമാണ്. വക്കീലമ്മേ, മക്കളും കൊച്ചുമക്കളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അമ്മച്ചിയും കൊണ്ടേ അവർ പോകൂ എന്നുള്ള വാശിയിലാണ്. നീയെങ്കിലും വീട്ടിൽ പോ. മക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് സന്തോഷമായി ജീവിക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. വെറുതെ മക്കളെ വിഷമിപ്പിക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ശരിയാ, ഞാനും അത് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലും തെറ്റുണ്ട്. ആയ കാലത്ത് കോടതിയെ വിറപ്പിച്ച് നിന്ന പോലെ ഞാൻ വീട്ടിലും എല്ലാം അടക്കി ഭരിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോഴെന്ത് തീരുമാനിച്ചു? ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോവുകയാണ്. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും എനിക്ക് ഒരുപാട് തെറ്റുപറ്റി. എനിക്കത് തിരുത്തണം. ഞാൻ എൻ്റെ മക്കളോടൊപ്പം പോകുവാൻ തീരുമാനിച്ചു. എവിടെ എൻ്റെ മക്കൾ? എനിക്ക് അവരുടെ കൂടെ പോകണം. അവരെ ഒന്ന് വിളിച്ചേ. നമ്മുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ നല്ലതവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്കും അത് ഉൾക്കൊള്ളാൻ അവർക്കും കഴിയണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെയും ഞങ്ങളുടെ ജീവിതവും തിരിച്ചു തന്നതിന് ദൈവത്തിനോടും അമ്മമാരോടും കൃപാലയത്തിനോടും ഉള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. കുടുംബം അതിപ്രധാനമാണ്. അതിനാൽ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ക്ഷമിക്കുകയും ചെയ്യുക. നമ്മളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും സാമൂഹ്യബോധം വളർത്തുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹവും എളിമയും പ്രതിഫലിപ്പിക്കുവാനും കഴിയും.